എല്ലാവർക്കും സെനിത്ത് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 50 ഡേയ്സ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ നോക്കാൻ പോകുന്നത് ഹരിത വിപ്ലവം, കാമ്പ് ഈ രണ്ട് സബ്ജക്റ്റുകളെക്കുറിച്ചാണ്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടുമെന്ന് ഉറപ്പായാൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുടെ പോരായ്മകൾ കമൻറ്റായി അറിയിക്കുക. ഇതിൻ്റെ PDF, ക്വസ്റ്റ്യൻ എന്നിവ ലഭിക്കാനായി ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ 2 ക്വസ്റ്റ്യനുകൾ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവ് ഏത്? ഓപ്ഷൻ എ 1960കളുടെ മധ്യം മുതൽ 1970കളുടെ മധ്യം വരെ. ഓപ്ഷൻ ബി 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെ. ഓപ്ഷൻ സി 1950കളുടെ മധ്യം മുതൽ 1960കളുടെ മധ്യം വരെ. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത്? ഭൂവൽക്കം, അസ്തനോസ്ഫിയർ, മാൻറ്റിൽ, അകക്കാമ്പ്. വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് നോർമൻ ബോർലോഗിനെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് നോർമൻ ബോർലോഗിനെയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. മറ്റേത് ലോകത്തിലെയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അതേപോലെ ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ പിതാവും ഡോക്ടർ MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെയും ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെയും പിതാവായി കണക്കാക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ ഡോക്ടർ MP സിംഗ് ആണ്. അതേപോലെ ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി C സുബ്രഹ്മണ്യം. കേന്ദ്ര കൃഷിമന്ത്രി ആരായിരുന്നു? C സുബ്രഹ്മണ്യമായിരുന്നു. ജില്ലാതല വാർഷിക പരിപാടി എന്ന പേരിൽ കൂടി പിൻകാലത്ത് അറിയപ്പെട്ട പദ്ധതിയാണ് ഹരിത വിപ്ലവം. ജില്ലാതല വാർഷിക പരിപാടി എന്നുകൂടി പിൻകാലത്ത് അറിയപ്പെട്ട പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം. ഹരിത വിപ്ലവം ആദ്യമായി ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈനാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈനാണ്. ഹരിത വിപ്ലവം ആദ്യം 2 ഘട്ടങ്ങളിലായാണ് നടന്നത്. അതിൻ്റെ ഒന്നാം ഘട്ടം 1960ൻ്റെ പകുതി മുതൽ 1970ൻ്റെ പകുതി വരെയാണ്. 1960ൻ്റെ പകുതി മുതൽ 1970ൻ്റെ പകുതി വരെ ഒന്നാം ഘട്ടവും. രണ്ടാം ഘട്ടം 1970ൻ്റെ പകുതി മുതൽ 1980ൻ്റെ പകുതി വരെയാണ്. ഒന്നാം ഘട്ടം 1960ൻ്റെ പകുതി മുതൽ 1970ൻ്റെ പകുതി വരെയാണെങ്കിൽ രണ്ടാം ഘട്ടം 1970ൻ്റെ പകുതി മുതൽ 1980ൻ്റെ പകുതി വരെയാണ്. അതേപോലെ ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പരിമിതപ്പെട്ടു. ഹരിത വിപ്ലവം നടപ്പാക്കിയത് ജില്ല തിരിച്ചുള്ള പദ്ധതിയിലൂടെയാണ് ഹരിത വിപ്ലവം നടപ്പാക്കിയത്. അവയിൽ പ്രധാനപ്പെട്ട 2 പദ്ധതികളാണ് IADPയും IAAPയും. ഈ IADP എന്നുള്ളത് 1961ലും IAAP എന്നുള്ളത് 1964-65 കാലഘട്ടത്തിലുമാണ് ആരംഭിച്ചത്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള അത് കരിമ്പാണ്. നാണ്യവിള കരിമ്പും ധാന്യം ഗോതമ്പുമാണ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോണ, സോണാലിക. കല്യാൺ സോണയും സോണാലികയും അത്യുൽപാദന ശേഷിയുള്ള 2 ഗോതമ്പിനങ്ങളാണ്. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. കാമ്പ്. മാൻറ്റിലിൻ്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലമാണ് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് കാമ്പാണ്. മാൻറ്റിലിൻ്റെ താഴെ തുടങ്ങി 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് കാമ്പ്. കാമ്പിൻ്റെ 2 ഭാഗങ്ങളാണ് അകക്കാമ്പും പുറക്കാമ്പും, അല്ലെങ്കിൽ ഇന്നർ കോർ, ഔട്ടർ കോർ എന്നറിയപ്പെടുന്നത് കാമ്പിൻ്റെ 2 ഭാഗങ്ങളാണ്. പുറക്കാമ്പിൻ്റെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. പുറക്കാമ്പിൻ്റെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. പുറക്കാമ്പ് ഉരുകിയ അവസ്ഥയിലാണെങ്കിൽ ഭൂമിയുടെ അകക്കാമ്പ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ്. അകക്കാമ്പിൻ്റെ ഏകദേശം കനം 3400 കിലോമീറ്ററാണ്. അകക്കാമ്പിൻ്റെ ഏകദേശ കനമായി കണക്കാക്കുന്നത് 3400 കിലോമീറ്ററാണ്. ഭൂമിയുടെ അകക്കാമ്പിൻ്റെ ഏകദേശ ഊഷ്മാവ് 2600 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ അകക്കാമ്പിൻ്റെ ഏകദേശ ഊഷ്മാവ് 2600 ഡിഗ്രി സെൽഷ്യസ് ആണ്. അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഇരുമ്പും കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ അകക്കാമ്പിൻ്റെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് നിഫെ എന്നാണ്. അകക്കാമ്പിൻ്റെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത്.
മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. അതേപോലെ അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്ന ലേമാൻ വിച്ഛിന്നത. ലേമാൻ വിച്ഛിന്നത അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുമ്പോൾ മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. നമ്മളിവിടെ 2 PYQ ആണ് ഡിസ്കസ് ചെയ്തത്. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും വീഡിയോസ് കിട്ടാനായി ഞങ്ങളെ സബ് ചെയ്ത് കൂടെ കൂടിക്കോ. താങ്ക് യു.